എക്സാം തുടങ്ങാറായി, വേം വാ. ഇന്നലെയാണ് ചുമ്മാ ഫോൺ നോക്കിയിരിക്കാൻ, ഒരു കാര്യമില്ല. സാർ, മേ ഐ കം ഇൻ? അടുത്ത കുറച്ച് ആളുകളെ സംഘടിപ്പിക്കണം. സാർ ആ സാർ, ഒരു മിനിറ്റ് ഒന്ന് വരാമോ? സാറ് വന്നില്ലായിരുന്നു, പെട്ടുപോയനെ. താങ്ക് ഗോഡ്. എന്തിനാണ് ലിയോ നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നത്? നമ്മൾ ഒരിക്കലും ദൈവത്തോട് കടപ്പെട്ടിട്ടില്ല. സാറേ, അങ്ങനൊന്നുമല്ല ഉദ്ദേശിച്ചേ. ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ മനുഷ്യർക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എനിവേ, പിന്നീട് ഒരിക്കൽ കാണാം. പഠിത്തം നിർത്തി കിട്ടിയാ മതിയായിരുന്നു. ശരിയാടാ, ഈ മാത്സ് ഒന്നും ഒട്ടും തലേ കയറുന്നില്ല. നമ്മുടെ ടീച്ചേഴ്സും പേരൻസും എല്ലാം പറയുന്ന ഈ പഠിക്കുന്ന കാലം ഏറ്റവും നല്ല കാലം. എൻ്റെ അമ്മ എനിക്കിത് കേൾക്കുന്ന ഇഷ്ടമല്ല. എന്നാടാ നോക്കിയേക്കുന്നത്? നിനക്കൊക്കെ സ്കൂളും അടുത്താ. ഇവിടെ വന്നില്ലേപ്പാ? എടാ, ജീവിതമൊക്കെ ഇങ്ങനെ പഠിച്ചു തീർക്കാനുള്ളതല്ല, എൻജോയ് ചെയ്യണം. എടാ, വീട്ടിൽ ചെന്ന് ഗെയിമൊന്ന് കളിച്ചു വെക്ക്, കൂടെ മുട്ടായും കൊണ്ട് കഴിച്ചേക്ക്, പിന്നെ ജീവിതമൊക്കെ അങ്ങോട്ട് അടിപൊളി ചെയ്യുക. ഇത് കഴിച്ചാൽ എന്നാ പറ്റും? നല്ല സൂപ്പർ ഈക്കായിരിക്കും. ആ, സാറായിരുന്നോ? വാ, കയറും. ലിയോ എവിടെ പോയതാണ്? ഞാൻ കൂട്ടുകാരൻ്റെ കൂടെ ചുമ്മാ കറങ്ങാൻ അറിയാതാ. ലിയോക്ക് മ്യൂസിക് ഇഷ്ടമാണോ? പിന്നെ എന്നെ ചോദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുതിയൊരു മ്യൂസിക് ഉണ്ട്, അതൊന്ന് കേട്ടു നോക്കും. ഇത് വെച്ചോളൂ, തിരിച്ചു തരണ്ട. ലിയോ, ഒരു കാര്യം ചെയ്യും, എൻ്റെ നമ്പർ നോട്ട് ചെയ്യൂ. അതിൽ വാട്സപ്പും ഉണ്ട്. 9745451666. ഓക്കെ ഓക്കെ സാർ, അപ്പം ശരി. ബൈ.
എന്താ സംഭവം? പുള്ളി എൻ്റെ കോളേജിലെ സാറാ. ആണോ? എന്താ സംസാരിച്ചേ? പുള്ളി എങ്ങനെയുണ്ട്? പുള്ളി എന്നെ കുറേ സഹായിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. എൻ്റെ ഒരു സുഹൃത്ത് ഒരു ദൈവദാസനുണ്ട്, നമുക്ക് അവിടെ വരെ പോവാം, അദ്ദേഹമായിട്ട് സംസാരിക്കാം. ഓക്കെ? അങ്ങനെയാണെങ്കിൽ എൻ്റെ അനിയനോടെ കൊണ്ടുപോകാം. അവനോട് ഭയങ്കര ഗെയിം അഡിക്റ്റാ. ആയിക്കോട്ടെ, നമുക്ക് ഒന്നിച്ച് പോവാം. അനിയനെ കൂടെ വിളിച്ചോ, നമുക്ക് സംസാരിക്കാം. ഈ പറഞ്ഞനുസരിച്ച് ഇത് അത് തന്നെ. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ദൂതനെ, അതായത് ലൂസിഫറിനെ വാഴ്ത്തിയാണ് അവർ ചെയ്യുന്നത്. സാത്താനിക് വർഷിപ്സ്. നിങ്ങൾ രക്ഷപ്പെട്ടത് ദൈവത്തിൻ്റെ കൃപയാണ്. അവരുടെ സേവകർ നമ്മുടെ കൂട്ടത്തിലും കാണും. നമ്മൾ അവരെ തിരിച്ചറിയുക. ഈ കാലഘട്ടത്തിൽ ലൂസിഫറിനെ പ്രകീർത്തിക്കുന്ന സിനിമകളും അവനെ പുകഴ്ത്തുന്ന വീഡിയോകളും ധാരാളമുണ്ട്. അതുപോലെ തന്നെ കുട്ടികളും യൗവനക്കാരും കളിക്കുന്ന ഗെയിമുകളിലും അവൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു. ഈ ഗെയിം കളിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് പതിയെ അഡിക്റ്റ് ആകുന്നു. ഇങ്ങനെയുള്ള ഗെയിമുകളിൽ മുഴുകി ഒരുതരം ലഹരിയായി ആത്മഹത്യയിലേക്ക് നമ്മൾ എത്തിച്ചേരും. പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രശസ്തരായവർ ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്ന വീഡിയോകളും ഇവർക്ക് അനുകൂലമാണ്. പണ്ടൊക്കെ സോഷ്യൽ മീഡിയ ഇല്ലാത്തതിനാൽ നമ്മുടെ കുട്ടികൾ ഒരു പരിധിവരെ സേഫായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. സോഷ്യൽ മീഡിയയിലൂടെ അതിപ്രസരണം മൂലം കുട്ടികൾ വഴിതെറ്റാൻ സാധ്യതയുണ്ട്. യുക്തിവാദികൾ അഥവാ എത്തിസ്റ്റുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ നിരാശയിൽ നമ്മുടെ വിശ്വാസം തെറ്റാണെന്ന് ധരിക്കേണ്ടി വരും നമ്മുടെ യുവാക്കൾക്ക്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളും യുവാക്കളും സ്വയം വചനം പഠിതാവാകുകയും ശാസ്ത്രീയപരമായും ചരിത്രപരമായും ദൈവവിശ്വാസം സത്യമാണെന്ന് ബോധ്യമാക്കുവാൻ സ്വയം തയ്യാറാകണം. കൂടാതെ മാതാപിതാക്കളും സഭാധ്യക്ഷരും സഭയിലെ മുതിർന്ന വിശ്വാസികളും നമ്മുടെ തലമുറയെ ആ പഴയ രീതിയിൽ മാത്രം പഠിപ്പിക്കാതെ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇപ്പോൾ നേരിടേണ്ട ചോദ്യങ്ങൾക്കും ഈ അവസ്ഥയ്ക്കും അനുസരിച്ച് അവരെ വിശ്വാസത്തിലും ജ്ഞാനത്തിലും അതിലേറെ വചനത്തിൻ്റെ ആഴങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ മറിച്ച് ഇപ്പോൾ വിശ്വാസഗോളത്തിൽ തന്നെ നടന്നു വരുന്ന കാര്യമാണ് നമ്മുടെ കുട്ടികൾ ശ്വാസം ത്യജിച്ച് അന്യമതത്തിൽ പോവുകയും ദൈവമില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് ദൈവ കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിനായി ജീവിക്കാം. സന്തോഷത്തോടെ പോയി വരൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.